എല്ലാവർക്കും നമസ്കാരം. നമുക്ക് ചെമ്പനീർ പൂവിലെ സച്ചിയുടെയും രേവതിയുടെയും ഇന്നത്തെ നല്ലൊരു കഥ കേൾക്കാം. അങ്ങനെ നമ്മുടെ ബീരാൻ്റെ ഫോണ് ഗ്രീൻ റൂമിൽ വെച്ച് രേവതിക്ക് കിട്ടുകയാണ്. രേവതി ആ ഫോൺ കൊണ്ടുചെന്ന് സച്ചി ഏൽപ്പിക്കുന്നുണ്ട്. ഇത് ആരുടെ ഫോണാണ് രേവതി? സച്ചിയേട്ടാ, ഇത് ഞാൻ ഗ്രീൻ റൂമിൽ പോയ സമയത്ത് അവിടുന്ന് കിട്ടിയതാണ്. ആരെങ്കിലും അവിടെ വെച്ച് മറന്നതായിരിക്കുമെന്ന് കരുതി എടുത്തുകൊണ്ട് വന്നതാന്ന് വരും. ഇതിപ്പോൾ ആരുടേതായിരിക്കും? ഒരു കാര്യം ചെയ്യാം, നമുക്കിത് അശോകൻ അങ്കിളിനെ ഏൽപ്പിക്കാം. ചിലപ്പോൾ ഫെബിൻ്റെ വീട്ടുകാരുടെ തെങ്ങാനും വെച്ച് മറന്നതായിരിക്കുമെന്ന് പറയും. ശരിയെന്ന് പറയും. അങ്ങനെ അവർ സംസാരിച്ചുകൊണ്ട് വരുന്ന സമയത്താണ് ആ ഫോണിലോട്ടൊരു കോൾ വരുന്നത്. അങ്ങനെ കോൾ വരുന്ന സമയത്ത് കോൾ എടുക്കുകയാണ്. അതിനകത്ത് വിളിക്കുന്ന ബീരാനെ 5 കിലോ മട്ടൻ വേണമെന്നൊക്കെ പറഞ്ഞ് വിളിക്കുകയാണ്. ഞാൻ ബീരാനല്ല, ഞാൻ ബീരാൻ്റെ ഫോണിലാണല്ലോ വിളിച്ചത്. അതേ ചേട്ടാ, പക്ഷേ ഈ ഫോൺ ഞങ്ങൾക്ക് ഗ്രീൻ റൂമിൽ നിന്ന് കിട്ടിയതാണ്. ഈ ഫോൺ ആരുടെയാണെന്ന് അറിയാൻ വേണ്ടി ഞങ്ങളിത് കൊണ്ടുചെന്ന് മറ്റൊരാളെ ഏൽപ്പിക്കാനായിട്ട് പോവുകയാണെന്ന് പറയും. ഇത് ബീരാൻ്റെ ഫോണാണ്. ബീരാൻ ചെറുക്കൻ്റെ ഏറ്റവും ക്ലോസ് റിലേറ്റീവാണെന്ന് പറയും. അങ്ങനെയാണോ? എനിക്ക് ശരിയെന്ന് പറയും. അത് പുള്ളിയുടെ പേര് ജയപ്രകാശ് എന്നാണ്. പുള്ളി ബീരാൻ വിളിക്കുന്നതാണെന്ന് പറയും. ശരിയെന്ന് പറയും. അങ്ങനെ അവർ ആ ഫോണും അന്വേഷിച്ചുകൊണ്ട് ബീരാൻ എന്ന് പറഞ്ഞ ഒരാളെ അന്വേഷിച്ച് വരികയാണ്. അപ്പോൾ ബീരാൻ കിച്ചണിലുണ്ടെന്ന് ആരോ പറയും. അങ്ങനെ കിച്ചണിലോട്ട് ചെല്ലും. ഇവിടെ ബീരാനുണ്ട്. ഇവിടെ ഉണ്ടായിരുന്നല്ലോ, ഇപ്പം പുറത്തോട്ട് പോയെന്ന് പറയും. അപ്പോൾ ബീരാൻ അവിടെ ഇങ്ങനെ സച്ചിൻ രേവതിയും കാണുന്നുണ്ട്. ഒളിച്ച് നിൽക്കുകയാണ് അവരുടെ മുമ്പിൽ പെടാതെ. ഇത് ബീരാൻ്റെ ഫോണാണ്, ഇത് രേവതിക്ക് കിട്ടിയതാണ്, അവൾ കൊണ്ടു തന്നെയാന്ന് പറയും. അതിനെന്താ, കുറച്ച് കഴിയുമ്പം ബീരാൻ ഇങ്ങോട്ട് വരും. ഇത് ഞാൻ കൊടുത്തേക്കാൻ പറയും. നിങ്ങൾക്ക് അറിയത്തില്ലേ ബീരാനെ? ഇല്ല, ചെറുക്കൻ്റെ അമ്മാവനാ എന്ന് പറയും. ഞാനിതുവരെ കണ്ടിട്ടില്ല. ശരി, എങ്കിൽ ഞാൻ കൊടുത്തേക്കാമെന്ന് പറയും. അങ്ങനെ ഫോണും കൊണ്ടങ്ങ് ഫോൺ മേടിച്ച് വെച്ചിട്ട് അവരങ്ങ് പോവുകയാണ്. അതിനുശേഷം ബീരാൻ ഇങ്ങോട്ട് ഓടി വന്ന് ഫോൺ തട്ടിപ്പറിച്ചങ്ങ് മേടിക്കും. ബീരാൻ പറയും, സമാധാനമായി എന്ന് പറഞ്ഞ് വലിയ ആശ്ചര്യത്തിലാണ്. അതിനുശേഷം സച്ചിൻ്റെയും രേവതിയുടെയും കണ്ണിൽ പെടാതിരിക്കാൻ വേണ്ടി ബീരാൻ പല സ്ഥലത്ത് ഒളിച്ചിരിക്കുകയാണ്. മണ്ഡപത്തിൻ്റെ പിറകിലും പാചകശാലയിലൊക്കെ ആയിട്ട് ഇങ്ങനെ മാറി മാറി നിൽക്കുകയാണ്. ആ സമയത്ത് കല്യാണത്തിൻ്റെ കാര്യങ്ങളൊക്കെ നടക്കുകയാണ്. പെണ്ണിനെ മണ്ഡപത്തിലോട്ട് കയറ്റുന്നതിന് മുമ്പ് തന്നെ ഫോട്ടോസ് എടുക്കുന്നുണ്ട്. പിന്നെ മുതിർന്നവർക്ക് അനുഗ്രഹം കൊടുക്കുന്നുണ്ട്. അപ്പം ചെറുക്കൻ്റെ അമ്മാവന് അനുഗ്രഹം കൊടുക്കണമല്ലോ. അങ്ങനെ ചെറുക്കൻ മണ്ഡപത്തിലോട്ട് വരികയാണ്. ആ സമയത്ത് അനുഗ്രഹം മേടിക്കാനായിട്ട് അമ്മാവനെ നോക്കുകയാണ്. ജയപാല ജയപാല എന്ന് പറഞ്ഞുകൊണ്ട് ഇങ്ങനെ വിളിക്കുന്നുണ്ട്. ആ സമയത്ത് ബീരാനെ അവിടെ നിന്നും കാണത്തില്ല. അപ്പോൾ ഫെബിൻ്റെ അമ്മയുടെ പറയും, ഇടി അളിയൻ എന്ത് ചെയ്യും? ഇപ്പം ജയപ്രകാശ് ചേട്ടൻ ഇവിടെ ഉണ്ടായിരുന്നല്ലോ എന്ന് പറയും. എവിടെ പോയി? അനുഗ്രഹം കൊടുക്കണ്ടായോ? ബെറ്റയും പാക്കൊക്കെ വെച്ച് അനുഗ്രഹം വാങ്ങിച്ചിട്ട് ശേഷം മണ്ഡപത്തിലോട്ട് കയറ്റാനുള്ളതാണ്. ചെറുക്കൻ ആകെയുള്ള അമ്മാവനാണെന്ന് പറയും. ചേട്ടനല്ലേ എല്ലാ കാര്യങ്ങളും ഓടി നടന്ന് ചെയ്യുന്നത്, അതിൻ്റെ ടെൻഷനായിരിക്കും. എന്നാൽ ഈ സമയത്ത് എങ്ങോട്ട് പോയി? ഞാനൊന്ന് നോക്കട്ടെ എന്ന് പറയും. അങ്ങനെ അവിടെയൊക്കെ നോക്കിയിട്ട് കാണത്തില്ല. മുഹൂർത്തത്തിന് സമയമാവുന്നുണ്ട്. അങ്ങനെ അവരുടെ ഒരു കസിനെ അവിടെ കാണുന്നുണ്ട്. അങ്ങനെ ആ പയ്യൻ്റെയൊക്കെ പറയും, നീ പോയി അങ്കിളിനെ നോക്കാൻ പറയും. അങ്ങനെ നോക്കുമ്പോൾ ബീരാൻ മണ്ഡപത്തിൻ്റെ പുറത്ത് ഒളിച്ച് നിൽക്കാൻ. അല്ല, അങ്കിൾ എന്തിനാണ് ഒളിച്ച് നിൽക്കുന്നത്? ഞാനതിന് ഒളിച്ച് നിൽക്കുന്നത്, ഞാനൊരാളെ കാത്തു നിൽക്കുമെന്ന് പറയും. അവിടെ എല്ലാവരും അങ്കിളിനെ അന്വേഷിക്കുന്നുണ്ട്. ചേട്ടന് മണ്ഡപത്തിൽ കയറാൻ പോകും, അനുഗ്രഹം കൊടുക്കണ്ടായോ? അതിന് സമയം, ഞാൻ വരാം, നീ പൊയ്ക്കൊന്നു പറയും. അത് പറ്റത്തില്ല, അങ്കിളിനെ കൈയോടെ കൂട്ടിക്കൊണ്ട് ചെല്ലാനാ പറഞ്ഞേക്കുന്നതെന്ന് പറയും. അങ്ങനെ പിടിച്ചുകൊണ്ട് അവിടെ കൊണ്ട് ചെല്ലും. അളിയനത് എവിടെ പോയെന്ന് ഫെബിൻ്റെ അച്ഛൻ ചോദിക്കും. അല്ല, ഞാനിവിടെ ഉണ്ടായിരുന്നു, എത്ര നേരമായി അളിയനെ അന്വേഷിക്കുന്നു. ഫെബിനെ മണ്ഡപത്തിൽ കയറ്റണ്ടായോ? അനുഗ്രഹം കൊടുക്കണ്ടായെന്ന് പറയും. ശരിയെന്ന് പറഞ്ഞാൽ അനുഗ്രഹം കൊടുക്കുകയാണ്. അനുഗ്രഹം കൊടുത്ത് ഫോട്ടോസൊക്കെ എടുക്കുന്നുണ്ട്. ആ സമയത്താണ് നമ്മുടെ സ്തുതി അങ്ങോട്ട് വരുന്നത് മണ്ഡപത്തിലോട്ട്. സ്തുതിയെ കാണുന്നതും പെട്ടെന്ന് മലേഷ്യൻ ഇളയച്ചനാണല്ലോ സ്തുതിയുടെ കണ്ണിൽ. പെട്ടെന്ന് അവിടുന്ന് എങ്ങനെയെങ്കിലും എസ്കേപ്പ് ആവാൻ വേണ്ടി ബീരാനങ്ങ് ഭയങ്കര ടെൻഷൻ. അത് കാണുമ്പോഴത്തേക്ക് ഫെബിൻ്റെ അച്ഛൻ ചോദിക്കും, അളിയൻ എന്താ ഭയങ്കര ടെൻഷൻ? അപ്പോൾ ഫെബിൻ്റെ അമ്മ പറയും, കല്യാണത്തിൻ്റെ മൊത്തം ചുമതല ഏട്ടനെ ഇല്ലേ കൈകാര്യം ചെയ്യുന്നത്. അതിൻ്റെ ആയിരിക്കും. അങ്ങനെയൊന്നുമില്ല. അപ്പോഴത്തേക്ക് പറയും, ശരി എങ്കിൽ കാര്യങ്ങളൊക്കെ നടക്കട്ടെ എന്ന് പറയും. സ്തുതി വരുന്ന കാണുമ്പോഴത്തേക്ക് പെട്ടെന്ന് അവിടെ കിടന്ന 3-4 കസേരയുടെയൊക്കെ ഇങ്ങനെ പറക്കിയിടുന്ന രീതിയിൽ തിരിഞ്ഞ് നിൽക്കുകയാണ്. പെട്ടെന്ന് കിടന്ന് കസേരയൊക്കെ എടുത്ത് ഇങ്ങനെ മുഖവും മറച്ചുകൊണ്ട് അവിടുന്ന് അങ്ങോട്ട് രക്ഷപ്പെടുകയാണ്. ജയപ്രകാശ് കിടന്നങ്ങ് ഓടുകയാണ്. കാരണം ഒരാളുടെ മുമ്പിൽ ചെന്ന് കഴിഞ്ഞാൽ മലേഷ്യൻ ഇളയച്ചൻ്റെ പേരും പറഞ്ഞുകൊണ്ട് എല്ലാവരും ഓരോന്നും ചോദിക്കും. എങ്ങനെ ഇവിടെ രക്ഷപ്പെടുക? ചെറുക്കൻ്റെ അമ്മാവനായിപ്പോയി. മൊത്തത്തിൽ ബീരാനങ്ങ് കിളി പോയിരിക്കുകയാണ്. അതിനുശേഷം ശ്രുതി അങ്ങോട്ട് വിളിച്ചിട്ട് ഒത്തിരി വഴക്ക് പറഞ്ഞിട്ട്, നീ ഒരുത്തി കാരണം, ഈ പ്രശ്നങ്ങൾക്കെല്ലാം കാരണം എനിക്ക് ആകെയുള്ളൊരു അനന്തരവനെ, അവൻ്റെ കല്യാണം കൂടാൻ എനിക്ക് പറ്റത്തില്ല. ആ മീരയെ എന്ന് കണ്ടുമുട്ടി അന്നുതൊട്ട് എൻ്റെ കഷ്ടകാലം തുടങ്ങിയതാണ്. നീ കാരണം എന്തെല്ലാം പ്രശ്നങ്ങളാണ് ഞാൻ തരണം ചെയ്യുന്നത്. ആ സച്ചിയുടെയും രേവതിയുടെയും മുമ്പിൽ പെടാൻ ഇപ്പം തന്നെ ജസ്റ്റ് മിസ്സാണ്. നിൻ്റെ ഭർത്താവ് 2 തവണ എന്നെ കാണേണ്ടതായിരുന്നു. എങ്ങനെയെങ്കിലും ഞാൻ അവിടുന്ന് രക്ഷപ്പെട്ട് വന്നത് എന്നൊക്കെ പറഞ്ഞ് ശ്രുതിയിട്ടങ്ങ് കുറ്റപ്പെടുത്തുന്നതുകൊണ്ട് ഉടനെ പറയും, ബീരാനെ പ്ലീസ് ബീരാനെ, ഞങ്ങൾ എത്രയും പെട്ടെന്ന് ഇവിടുന്ന് പോകാം, എത്രയും പെട്ടെന്ന് നീ നിൻ്റെ വീട്ടുകാരെ വിളിച്ച് ഇവിടെ നിന്ന് പോ എന്നൊക്കെ പറഞ്ഞ് ബീരാൻ അങ്ങ് തിരിച്ച് സംസാരിക്കും. അതെല്ലാം കഴിയുന്ന സമയത്താണ് നമ്മുടെ സച്ചിയായിട്ട് ഒരു വഴക്കുണ്ടായി. മാളുവിനെക്കുറിച്ച് മോശമായിട്ട് സംസാരിച്ചവരെ സച്ചി ഇടിച്ചായിരുന്നല്ലോ.
അപ്പോൾ അതിൻ്റെ വൈരാഗ്യമായിട്ട് അവന്മാരിങ്ങനെ സച്ചിയെ തനിച്ച് കിട്ടാൻ കാത്തിരിക്കുകയാണ്. അങ്ങനെ അവരുമായിട്ടൊരു പ്രശ്നം ഉണ്ടാവുണ്ടെന്ന് കരുതിയാണ് രേവതി സച്ചിയെ പാചകശാലയിൽ പിടിച്ചിരുത്തിക്കുന്നത്, എന്തെങ്കിലുമൊക്കെ ഹെൽപ്പ് ചെയ്ത് കൊടുക്കട്ടെന്ന് കരുതി. പക്ഷേ ആ സമയത്തും സച്ചിയുടെ മനസ്സ് മൊത്തം അവന്മാരാണ്, അവന്മാർക്ക് രണ്ട് ഇടി കൊടുക്കണമെന്നുള്ള മനസ്സിലാണ്. അങ്ങനെ അവന്മാർ സച്ചിയെ തക്കത്തിന് നോക്കി നടക്കുകയാണ്, തിരിച്ച് രണ്ട് വഴക്കുണ്ടാകാനായിട്ട്. ആ സമയത്താണ് ഈ സച്ചിയുടെ പ്രശ്നം ഉണ്ടാക്കാൻ നിന്നവന്മാർ നമ്മുടെ ഫെബിൻ്റെ വീട്ടുകാരാണ്. അങ്ങനെ അവരുടെ റിലേറ്റീവ്സാണ്. അങ്ങനെ ഫെബിൻ്റെ അച്ഛൻ അങ്ങോട്ട് വരും. അല്ല, നിങ്ങളെന്തായി മാറി നിൽക്കുന്നത്? അതേ, കുറച്ച് നേരം മുമ്പ് ഒരുത്തൻ ഞങ്ങളുമായിട്ട് ഇച്ചിരി പ്രശ്നമായി. അതാരാ? ചെറുക്കൻ്റെ വീട്ടുകാരാണോ? അല്ലല്ലോ, ആ പെണ്ണിൻ്റെ വീട്ടുകാരാണെന്ന് എനിക്ക് തോന്നിയെന്ന് പറയും. അവനിച്ചിരി കുഴപ്പം, അവനെ എൻ്റെ ചേട്ടനെ തല്ലിയെന്ന് പറയും. ഓഹോ, തല്ലിയോ? അതെ, അവനെ തിരിച്ചുകൊണ്ട് തല്ല് കൊടുക്കണമെന്ന് പറയും. ഇപ്പം എന്തായാലും വേണ്ട, ഇതൊരു കല്യാണ സ്ഥലമാണ്, ഇവിടെ വെച്ച് എന്തെങ്കിലും പ്രശ്നമായി കഴിഞ്ഞ് കഴിഞ്ഞാൽ അത് പെണ്ണിൻ്റെ ആൾക്കാരാണെങ്കിൽ പിന്നെ വലിയ പ്രശ്നമാകുമെന്ന് പറയും. എന്തായാലും കല്യാണം കഴിയട്ടെന്ന് പറയും. നിങ്ങൾ വരുന്നില്ലയോ? എന്തായാലും ഞങ്ങൾ തന്നോളാം, ചേട്ടനങ്ങോട്ട് പൊയ്ക്കോളാൻ പറയും. അങ്ങനെ കല്യാണമൊക്കെ നടക്കുകയാണ്. ആ സമയത്ത് ബീരാൻ ഇങ്ങനെ നിൽക്കുകയാണ്. കാരണം ബീരാന് ഡയറക്റ്റ് അങ്ങോട്ട് പോകാൻ പറ്റത്തില്ല, എല്ലാവരും ബീരാനെ അന്വേഷിക്കുന്നുണ്ട്. പക്ഷേ ആ സമയത്ത് ബീരാൻ ഒളിച്ച് നിന്നങ്ങ് കല്യാണവും കാണുകയാണ്. ചെറുക്കൻ പെണ്ണിന് താലി കിട്ടുന്നതും പുടവ കൊടുക്കുന്നതൊക്കെ ദൂരെ നിന്നിങ്ങനെ കാണുകയാണ്. അപ്പോഴത്തേക്ക് ബീരാനൊക്കെ നല്ല സങ്കടമാവും. കാരണം കല്യാണം ഒന്നും അടുത്ത് നടത്തേണ്ട കല്യാണമില്ല, അടുത്തോട് ചെല്ലാൻ പോലും പറ്റാത്തൊരവസ്ഥയിൽ വിഷമിച്ച് നിൽക്കുകയാണ്. അത് കഴിഞ്ഞിട്ട് നല്ല ടെൻഷനാണ് രേവതിക്ക്, സച്ചി എന്തെങ്കിലും പ്രശ്നം ഉണ്ടാക്കാൻ പോകുന്നുള്ളത്. അങ്ങനെ അവന്മാർ പുറത്തോട്ട് ചെല്ലാൻ സച്ചിയെ വിളിച്ചിട്ടുണ്ടായിരുന്നല്ലോ. അങ്ങനെ സച്ചി പുറത്തോട്ട് ചെല്ലുന്നുണ്ട്. പുറത്തോട്ട് ചെല്ലുമ്പോഴത്തേക്ക് അടിക്കാനായിട്ട് തന്നെ സച്ചി ചെല്ലും. അവന്മാരും രണ്ടിനും തയ്യാറായിട്ട് ഇങ്ങനെ നിൽക്കുകയാണ്. അപ്പോഴത്തേക്ക് രേവതി അങ്ങോട്ട് എന്താ അത്, സച്ചിയേട്ടൻ ഇങ്ങോട്ട് വന്നേ. അപ്പോഴത്തേക്ക് സച്ചിയെ കാണുന്നത് ബീരാൻ പെട്ടെന്ന് പിന്നെയും പോയി വിളിക്കുകയാണ്. ഇനിയും പ്രശ്നങ്ങൾ ഉണ്ടാക്കരുത്, നിങ്ങൾ വെറുതെ കല്യാണ സ്ഥലമാണ്, എന്തെങ്കിലും പ്രശ്നങ്ങളുണ്ടായി ഞാനെന്തെങ്കിലും പ്രശ്നം ഉണ്ടാക്കത്തില്ല രേവതി എന്നൊക്കെ സച്ചിയേട്ടൻ ഇപ്പോൾ പറയും. പിന്നെ പ്രശ്നം വലുതാവുമെന്ന് പറയും. ഇങ്ങോട്ട് വന്നേ, വെറുതെ അച്ഛനും കൂടി നാണക്കേട് ഉണ്ടാക്കരുത്. അറിയാമല്ലോ, അച്ഛൻ്റെ ഏറ്റവും അടുത്ത സുഹൃത്ത് അശോകനങ്ങളുടെ മോളുടെ കല്യാണത്തിന് എന്തെങ്കിലും ഒരു പ്രശ്നം സംഭവിച്ചാൽ അച്ഛന് താങ്ങാൻ പറ്റത്തില്ല. അയ്യോ രേവതി, ഞാനൊരു പ്രശ്നം ഉണ്ടാക്കത്തില്ല, അവന്മാരല്ലേ എൻ്റെ അടുത്ത് വന്ന് പ്രശ്നം ഉണ്ടാക്കിയത്, മാളുവിനെ കുറിച്ച് മോശമായിട്ടൊക്കെ സംസാരിച്ചത്, അത് കഴിഞ്ഞു, ഇനി പ്രശ്നങ്ങളൊന്നും ഉണ്ടാക്കണം സച്ചിയിടാന്നുള്ളത് രേവതി പിടിച്ചു വലിച്ചങ്ങ് സച്ചിയെ കൊണ്ടുപോവാണ്. ഇത് കാണുന്ന ശ്രുതിക്കങ്ങ് സന്തോഷവും, സച്ചി അങ്ങ് പോയി. അപ്പോഴത്തേക്ക് ബീരാനും അങ്ങോട്ട് വരും. നീ കാരണമാ എന്ന് പറഞ്ഞുകൊണ്ട് പിന്നെയും ശ്രുതിയോട് ദേഷ്യപ്പെടുന്നുണ്ട്. ബീരാനെ, ഇനി പേടിക്കണ്ട, സച്ചിയും കൊണ്ട് രേവതി അങ്ങ് പോയി, ഇനി നിങ്ങൾക്ക് പേടിക്കേണ്ടെന്ന് പറയും. എന്നൊന്നും പറയാൻ പറ്റത്തില്ല, വേണമെങ്കിൽ ഇനിയും കറങ്ങി തിരിഞ്ഞ് വരുമെന്ന് പറയും. അങ്ങനെ തൽക്കാലം സച്ചിയും രേവതിയും പോയെന്നുള്ള സമാധാനത്തിൽ പതുക്കെ നമ്മൾ ബീരാൻ മണ്ഡപത്തിലോട്ട് വരികയാണ്. ആ സമയത്ത് ബാക്കി എല്ലാവരും കല്യാണം കഴിഞ്ഞ് ഫുഡൊക്കെ കഴിക്കാനായിട്ട് അങ്ങോട്ട് പോകും. അപ്പോൾ അവിടം വരെയാണ് നമ്മുടെ നാളത്തെ കഥ അവസാനിക്കുന്നത്. സച്ചിയും രേവതി പോയെന്നുള്ള സന്തോഷത്തിലാണ് ബീരാൻ ഇങ്ങനെ നിൽക്കുന്നത്. കുറച്ച് കഴിയുമ്പോൾ അവർ പിന്നെയും മണ്ഡപത്തിലോട്ട് വരും. അപ്പോൾ നമ്മൾ ബീരാനെ നേരിട്ട് അവിടെ വെച്ച് കാണുന്നുണ്ട്. അപ്പോൾ അതിന് ശേഷമുള്ള വിശേഷങ്ങളാണ് നമ്മൾ നാളെ പറയാൻ പോകുന്നത്. അപ്പോൾ അതിനായി നമുക്ക് കാത്തിരിക്കാം. എല്ലാവർക്കും വീഡിയോ ഇഷ്ടമായ ഒന്ന് സപ്പോർട്ട് ചെയ്യണേ.